السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. ഇൻഷാല്ലാ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൽ കഹ്ഫിലെ 15-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഹൗലാഇ ഖൗമുന اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. ഇപ്പോൾ നമ്മൾ അസ്ഹാബുൽ കഹ്ഫിൻ്റെ യുവാക്കളെ ആ ചരിത്രം ഇവിടെ അതിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഹൗലാഇ ഖൗമുന. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ യുവാക്കൾ എന്താണ് പറഞ്ഞത്? നമുക്ക് റബ്ബുന റബ്ബുസ്സമാവാതി വൽ അർദ്, നമ്മുടെ രക്ഷിതാവ് ആരാകുന്നു? അള്ളാഹു മാത്രമാകുന്നു. റബ്ബുസ്സമാവാത്ത്, ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു നമ്മുടെ രക്ഷിതാവ്, നമ്മളെ പിന്നെ ഇലാഹ്, നമ്മുടെ ആരാധ്യൻ അവൻ മാത്രമാകുന്നു എന്നാണ് ഈ യുവാക്കൾ ഡിക്ലെയർ ചെയ്ത് അവർ ഉറപ്പിച്ച് പറഞ്ഞത്. വറബത്ന അലാ ഖുലൂബിഹിം ഇദ് ഖാമു, അതാണ് നമ്മൾ കഴിഞ്ഞ ഇതിലുണ്ടായ ആയത്ത്. ഇന്നത്തെ ഇത് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് നേരെ ഓപ്പോസിറ്റാണ്, നേരെ വിപരീത ഇതാണ്. അവിടെ ഉണ്ടായ ജനത എന്താണോ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അതിനെ പറ്റിയിട്ടാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. ഒരു ഹ ഉല, ദാ ഈ ജനത, അവരെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ജനത എന്തായിരുന്നു? ഖൗമുന, നമ്മുടെ ജനത എന്തായിരുന്നു? ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അള്ളാഹുവിന് പുറമേ, റബ്ബിന് പുറമേ എന്തായിരുന്നു? പല ആരാധ്യനും അവർ ദൈവങ്ങളാക്കി അവർ എടുത്തിട്ടുണ്ടായിരുന്നു. പലരെയൊന്നും അവർ എന്തായിരുന്നു? ആരാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അവർക്ക് അങ്ങനത്തെ ഒരു പ്രമാണമോ ഒന്നും അവരുടെ കയ്യിലില്ല. അങ്ങനെ ഊഹാപോഹങ്ങളുടെ മുകളിലാണ് അവർ. അതാണ് ലൗല, അങ്ങനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ എന്നുള്ള, അതാണ് ലൗല എന്നുള്ളൊരു ഇതാണ്. യഅ്തൂന അലൈഹിം, അള്ളാഹുവിൻ്റെ മുകളിൽ ഇവർ എന്തെങ്കിലും ഒരു വ്യക്തമായ എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു പ്രമാണമോ എന്തെങ്കിലും ഒരു കയ്യിൽ ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള രീതിയിലാണ് അള്ളാഹു പറയുന്നത്. റബ്ബ് പിന്നെയും പറയുന്നത് എന്താണ്? ഫമൻ അസ്ലം, ആരുണ്ട് ഈ അക്രമി? ഇത്രയും അക്രമി ആരുണ്ട്? മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിൻ്റെ മുകളിൽ കെട്ടിച്ചമച്ചു കൊണ്ടിരിക്കുന്ന ഇവർ പറയുന്ന കള്ളത്രാണം, ഇവർ ശരിയായ കളവും വ്യാജമായ ഇല്ലാത്ത അതാണ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് റബ്ബിൻ്റെ മുകളിൽ ഇവർ ഏൽപ്പിക്കുന്നത്. അള്ളാഹുക്ക് കുറേ പിന്നെ ആൾക്കാരുണ്ട്, റബ്ബിന് കുറേ സഹായികളുണ്ട്, ഒരുപാട് ബിംബങ്ങളെ ആരാധിക്കുന്ന എന്താണ് അവരെ ഉദ്ദേശം തന്നെ എന്നാണ്? ഇതൊക്കെ മൊത്തം ദൈവങ്ങളാണ്, ഈ ദൈവമെല്ലാം അള്ളാഹുവിനെ സഹായിക്കുന്നത് എന്നൊക്കെ പല രീതിയിലും പലതുമാണ് ഇവർ സ്വന്തമായിട്ട് സ്വയം കെട്ടിച്ചമച്ചുകൊണ്ട് ഇവർ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതാണ് നമുക്ക് ഇപ്പം ഇവിടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെന്താണ് ഒരു 99% ആൾക്കാരും ഈ ഒരു അവസ്ഥയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് അവിടുത്തെ ആ സമയത്തുണ്ടായ ജനതനെ പറ്റിയിട്ടാണ് അള്ളാഹു ഇവിടെ വിവരിച്ച് തരുന്നത്. ഇങ്ങനെ ആയിരുന്നു അവർ. പക്ഷേ നമ്മൾ ഈ ഓരോ ആയത്തും നമ്മൾ തദബ്ബർ ചെയ്യാനുണ്ട്, നമുക്കത് ഉറ്റാലോചിക്കാനുണ്ട്. ഇതെന്താ നമുക്കിവിടെ ഇപ്പോഴത്തെ നമ്മളെ സിറ്റുവേഷനിൽ നമ്മളിവിടെ എന്താ നമുക്ക്
ചിന്തിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും ഈ പറഞ്ഞ ഞാൻ മുമ്പിലത്തെ ആയത്തുകളിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഈ ആയത്തിൽ നമ്മൾ എവിടെ, നമ്മളെന്താ, നമ്മൾ ഈമാൻ, നമ്മൾ എവിടെയാണ്, നമ്മൾ ആരാധ്യനാരാകുന്നു, അള്ളാഹു മാത്രമാണോ, അതല്ല നമുക്ക് വേറെയും ആരാധ്യനുണ്ടോ? കാരണം നമ്മൾ അപ്പോൾ വിചാരിക്കും അപ്പം നമ്മൾ വേറെ ബിംബങ്ങളൊന്നും ആരാധിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്? അല്ല, നമ്മൾ ബിംബങ്ങളെ മാത്രമല്ല ആരാധ്യനാക്കിയിട്ടെടുക്കുന്നത്, അതല്ലാണ്ട് ഡിസയേഴ്സ് എന്ന് പറയും, നമ്മളുടെ നെഫ്സിനെ, നമുക്കുള്ള എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയിട്ട് അള്ളാഹുവിനേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും ആലിഹ, അതായിരിക്കും ഇലാഹ്. അത് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ റബ്ബിനെ കീഴ്പ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതൊരു മാനുഷികമായിട്ടുള്ള റബ്ബ് ഉണ്ടാക്കി അങ്ങനെയാണ്, എന്തെങ്കിലും കീഴ്പ്പെടും. അതൊന്നുകിൽ അള്ളാഹാനായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിംബങ്ങളായിരിക്കും, അല്ലെങ്കിൽ പിന്നെ അള്ളാഹു ഉണ്ടാക്കാത്ത പല പിന്നെ ഈ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റും ഏത്തിയസ്റ്റും പല രീതിയിലായിരിക്കും ഇവർ ആൾക്കാർ പോകുന്നുണ്ടാകുക. അപ്പം നമ്മൾ ഓരോരുത്തരും അവർ വരെയാണ് നോക്കേണ്ടത്, നമ്മൾ എവിടെയാണ്, നമ്മൾ സുന്നത്തിൽ തന്നെയാണോ, അള്ളാഹ് പറഞ്ഞ പോലെ തന്നെയാണോ, അള്ളാഹുവിൻ്റെ ഈമാനിൽ തന്നെയാണുള്ളത്, റബ്ബ് ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് എന്ത് ഒരു ബുദ്ധിമുട്ട് വരുമോ ഈ യുവാക്കളുടെ ഈമാനിൻ്റെ ദൃഢത നമ്മളെ കയ്യിലുണ്ടോ, നമ്മളത് മുറുക്കി പിടിച്ചിട്ട് പിന്നെ റബ്ബ് പറഞ്ഞ റബത്താന അലാ ഖുലൂബിഹിം, നമ്മളെ ഹൃദയങ്ങൾ സബാത്തിൽ ആ പിന്നെ ദൃഢതയിൽ നമ്മളെ റബ്ബ് ഒരുവൻ മാത്രമേ ഉള്ളൂ, റബ്ബുന റബ്ബുസ്സമാവാത്ത് എന്ന് പറയുന്ന ആ റബ്ബ് എൻ്റെത്, നമ്മളെ റബ്ബ് അള്ളാഹു മാത്രമാണ്, ആകാശഭൂമികൾ ഉണ്ടാക്കിയ റബ്ബാണ് നമ്മളെ റബ്ബ് എന്നുള്ള ആ ദൃഢതയോട് കൂടിയിട്ടാണോ നമ്മൾ ഈമാൻ ഒന്നൊരുപാട് നമ്മൾ ഓരോരുത്തരും നമ്മളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓരോരുത്തരും ആദ്യം ഇത് എന്നോടാണ് ഇത് ഞാൻ പറയുന്നത്, അതുപോലെ തന്നെ ഓരോരുത്തരോടും ഇത് പറയാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ആയത്ത് ഭയങ്കര ഡീപ്പ് മീനിങ് ആണ്. നമുക്ക് ചെറിയ കാണുമ്പോൾ നമുക്കിത് എല്ലാം അവർ എന്നുള്ള രീതിയിലേക്കും, അതല്ല, നമ്മളും ഈ ആയത്തിൽ പെടാൻ സാധ്യതയുണ്ട്. കാരണം ഈമാന് നമുക്ക് ദൃഢതയില്ലേ, ഭയങ്കര പ്രശ്നത്തിലായിപ്പോവും. ഓരോ ചെയ്യുന്ന കർമ്മവും അള്ളാഹ്ക്ക് വേണ്ടിയാണോ, നമ്മളെ ഇലാഹ്, നമ്മളെ ആരാധ്യൻ റബ്ബ് മാത്രമാണോ, അതല്ല ദുനിയാവോ അതിൻ്റെ ഡിസയേഴ്സോ നമുക്ക് അതിനോടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണോ അള്ളാഹ് വരുന്നത്? അള്ളി റസൂലും നമുക്കിപ്പോൾ അള്ളാഹിനെ റസൂലിനെ കുറ്റം പറയുമ്പോൾ കേട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? എന്നെങ്കിൽ ക്വസ്റ്റ്യനിങ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് റബ്ബ് ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ടോ? അള്ളാഹുവിനോട് സ്നേഹമുണ്ടോ? അള്ളാഹു ആണോ നമുക്ക് വേണ്ടത്? റബ്ബിനെ കാണാനുള്ള ആഗ്രഹമുണ്ടോ? നമുക്ക് റബ്ബിനോട് ആ പിന്നെന്താ പറയണ്ടേ സ്നേഹം, അടിയുറച്ച സ്നേഹവും വിശ്വാസവും ഉണ്ടോ? അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെന്താന്ന് തോന്നിയ പോലെ എങ്ങനെയാണോ അങ്ങനെ ജീവിച്ചു പോകുന്നു അതുപോലെയാണോ? അതല്ല ഈ പറഞ്ഞ പോലെ ഒരുപാട് ഷിർക്കും പിന്നെ പല ഉസ്താദിങ്ങളെ പിന്നാലെയും പല എന്താ പറയണ്ടേ നൂലിൻ്റെ പിന്നാലെയും പല പിന്നെ പള്ളികളുടെ ബാക്കിലെയും പല അദ്കാറിൻ്റെ ബാക്കിലെയും എന്നിട്ട് അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനുള്ള വിശ്വാസത്തിൽ വേറെന്തിനൊക്കെയോ വരമേൽപ്പിക്കുന്നുണ്ടോ? വേറെന്തിനൊക്കെയോ ആണോ നമ്മൾ ഈമാനും നമ്മളെ പിന്നെ ഇതും നമ്മളെ ആരാധനയും നമ്മൾ അതിനാണോ വരമേൽപ്പിക്കുന്നത്? അതും ഒന്ന് ചിന്തിക്കണം. അതല്ല, നമുക്ക് എന്ത് വന്നാലും ഏതൊരു അവസ്ഥ വന്നാലും ഇവൻ ഒരു അസുഖം വന്നാൽ പോലും എൻ്റെ റബ്ബുണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ. വേറെന്തിന് നമുക്ക് എന്തിന് വേറൊരു ആരാധന ആവശ്യമില്ല, വേറൊരാളെ ആവശ്യമില്ല, വേറൊരു പിന്നെ ഒരു നൂലും എനിക്ക് ആവശ്യമില്ല, ഒരു ഉസ്താദിനും എനിക്ക് വേണ്ട. കാരണം എന്താ, എൻ്റെ റബ്ബുണ്ട്. എല്ലാത്തിനും കഴിവുള്ള റബ്ബു സമാവാതി വൽ അർദ്, എല്ലാത്തിനും കഴിവുള്ള എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം എനിക്ക് അത് മതി, എൻ്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, അള്ളാഹ് മതി എനിക്ക്. ഏറ്റവും വരമേൽപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആരാധ്യൻ, ഏറ്റവും നല്ല റബ്ബ്, അതിനെക്കാട്ടി ഏറ്റവും ആരുണ്ട് റബ്ബ്? ഹസ്ബി അല്ലാഹ്, എനിക്ക് മതി എൻ്റെ റബ്ബ്. ഇതാകുന്നു നമുക്ക് ശരിക്കും ഈമാൻ, ഇപ്പം ദൃഢമായിട്ടുള്ള ഈമാൻ നമുക്ക് കാണണമെങ്കിൽ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ്റെ അവസ്ഥ. അവർക്കൊന്നുമില്ല അവരുടെ കയ്യിൽ, വെറും എന്താ പറയണ്ടേ ഭൂമിയും മേലാകാശം എന്ന് പറഞ്ഞ പോലെ അവസ്ഥയുള്ള വേറെ ഒരു കാര്യം അവരുടെ കയ്യിലില്ല. ഉള്ളതെന്താണ്? ഈ പറഞ്ഞ ഈമാൻ അവരുടെ കയ്യിലുണ്ട്. മുറുക്കി പിടിച്ചിട്ടുള്ള ദൃഢതയോടെയും കൂടി നമ്മളടുത്ത് നമ്മളും കംപ്ലൈൻറ്റിങ്ങും നമ്മൾ എല്ലാത്തിനും ഈ പറഞ്ഞ പോലെ പല ഭാഗത്തെ കോട്ടത്തിലാണോ എന്നെങ്കിൽ എല്ലാവരും ഇതെല്ലാം
ചിന്തിക്കണ്ട. ഓരോ ആയത്തും നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ തന്നെ ക്വസ്റ്റ്യനിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോരുത്തരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, അല്ലാ റബ്ബേ നീ നിന്നിൽ തന്നെ നിലനിർത്തിത്തരണേ അല്ലാ. നീ പറഞ്ഞ റബത്തന അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലെ മുകളിൽ നമ്മൾ ടൈ ചെയ്തിട്ട് കെട്ടിയിട്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ട്, അതേപോലെ നമ്മൾ ഈമാനിൽ കെട്ടിയിട്ട് നിൻ്റെയിലേക്ക് തന്നെ പിടിച്ചു നിർത്തണേ. ഈ പറഞ്ഞ പല പലയിലേക്കും പോവാനുള്ള അവസരം എത്തിക്കല്ലേ അല്ലാ. ഡിസയേഴ്സ്, പ്രത്യേകിച്ച് നഫ്സ് അമ്മാറത്തും ബിസ്സു, ഓരോ നഫ്സും നമ്മളെ നഫ്സ് നമ്മളെ തന്നെയാണ് വലിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ നഫ്സിനെ പിടിച്ച് വെച്ചിട്ടില്ലേ, നമ്മൾ അറിയാണ്ട് നമ്മൾ വഴുതിപ്പോവും, തിരിച്ച് വീണ്ടും. കാരണം മനുഷ്യർ ഖത്താഊനാണ്, തെറ്റ് ചെയ്തു പോവും. പക്ഷേ അവിടെ അത് തന്നെ നിലനിൽക്കുന്നതിലാണ് പ്രശ്നം. നമ്മളപ്പോൾ എന്ത് ചെയ്യണം, തിരിച്ച് വീണ്ടും തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങി ആഗ്രഹിച്ച് അള്ളാഹുവിനെ തന്നെ മതി എന്ന ഈമാൻ ഈ പറഞ്ഞല്ലോ ഉറപ്പിച്ച് നിർത്തി. നമുക്ക് വേറെ ഒരു ആരാധനയും വേണ്ട റബ്ബേ, വേറെ ഒരു പല ആരാധനയും ഇല്ല. ഒരുത്തൻ മാത്രമേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മൾ റബ്ബ് അല്ലാഹ് മതി റബ്ബേ എന്ന ആ കെട്ടുറപ്പ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മൾ ആരാധന അള്ളാഹു മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതിൽ ഉറച്ച് വിശ്വസിച്ച് ജീവിച്ച് അതേ കലിമത്തുൽ തൗഹീദ് ചൊല്ലി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിനുള്ള പ്രയത്നത്തിനും പ്രാർത്ഥനയിലും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുക. ഇതാണ് ഈ ഒരു ആയത്തിൻ്റെ. ഒരുപാട് നമുക്ക് വിശദീകരിക്കാമെന്ന് വെച്ചാൽ കുറേ വിശദീകരിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരുമ്പോൾ ഇതിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായിട്ട് പഠിച്ചെടുക്കാം. ഇനി ഇവിടുത്തെ തജ്വീദ് നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ തജ്വീദ് നിയമത്തിൽ വരുന്നത് ഉല രണ്ടും രണ്ട് പദമാണ്, രണ്ട് വേർഡാണ്. ഒരു വേർഡാണ്, ഉല വേറൊരു വേർഡാണ്. പക്ഷെ നമ്മൾ ഓതുന്ന സമയത്ത് ഉല എഴുത്തിലും നമുക്ക് അങ്ങനെയാണ് കാണാം, ഉല. പക്ഷെ അപ്പോൾ നമുക്ക് നീട്ടൽ എങ്ങനെ വരുന്നത്, രണ്ടിനും രണ്ട് നിയമാണ് വരുന്നത്. ഒരു നിയമം, മറ്റേ നിയമം എന്ന് വെച്ചാൽ ഹാല് എന്താ പറയുക, ഒരു പദത്തിൽ ആയതുകൊണ്ട് നമുക്ക് മുൻഫസിലാണ് വരുന്നത്. ഉല ഈ രണ്ടിടത്തും നമ്മൾ നീട്ടുന്നുണ്ട്, പക്ഷേ മറ്റേത് ഓപ്ഷനല്ലാണ് പക്ഷെ ഉലായി വരുന്ന സ്ഥലം ലായി എന്നുള്ള അവിടെ വരുമ്പോൾ അത് നിർബന്ധമായി നീട്ടാനുള്ളത്. അപ്പോൾ മുത്തസലും മുൻഫസലും രണ്ടും ഒരേ വേർഡിൽ തന്നെ വന്നിട്ടുണ്ട്. രണ്ടും ഒരേ ഈ കാണുമ്പോൾ നമുക്ക് ഒരു വേർഡാണ്, പക്ഷേ ആക്ച്വലി രണ്ടും രണ്ട് വേർഡാണ്. ഒരു വേർഡ്, ഉലായി മറ്റേ വേർഡ്. അപ്പോൾ രണ്ടിടത്തും 4 മുതൽ 5 ഹറക്ക വരെ നീട്ടി ഓതാ. പിന്നെ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ സ്കിപ്പ് ചെയ്തിട്ട് ഓതാ, ഉലായി ആ രീതിയിൽ ഓതാ. പക്ഷേ ഉലായി നിർബന്ധമാണ് കേട്ടോ, കാരണം അത് മുത്തസലായുണ്ട്. അടുത്തത് ഖൗമുന, ഖാഫ് നല്ല ഹെവിയായി ഉച്ചരിക്കുക. ഖൗമുന, വാവ് ചുണ്ട് റൗണ്ടാക്കി തന്നെ പറയാം. ഖൗമുനത്തഖദു, ഇവിടെ ഹംസത്തുൽ വസ്ൽ ഇടയിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഖൗമുനത്ത നേരെ നൂന്ന് താലേക്ക് പോകണം. ഇടയിലുള്ള അലിഫും ഹംസത്തുൽ വസ്ലും നമ്മൾ ഉച്ചരിക്കാത്ത പോലെ. ഖൗമുനത്തഖദു, അതുകൊണ്ട് താൻ്റെ മുളന്ന് വന്നിട്ടുണ്ട്, ശ്രദ്ധ വന്നിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ ഉച്ചരിക്കുക, ഇരട്ടിപ്പിച്ചിട്ട് തന്നെ പറയുക. ഖൗമുനത്തഖദു എന്ന് പറയാൻ പാടില്ല കേട്ടോ. ഖൗമുനത്തഖദു, ഹെവി, ഇതാൽ കൃത്യമായി ഉച്ചരിക്കുക. മിൻ ദൂനിഹി, ഇവിടെ വന്നിട്ടുള്ളത് യഹ്ഫ, നല്ലോണം മണിച്ചോത. മിൻ ദൂനിഹി ഇല, മിൻ ദൂനിഹി ആലിഹ. ഇവിടെ ഹംസ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഇത്രയും നീട്ടം വരുന്നത്. അതിന് ശേഷം ഹംസ വന്നുകൊണ്ട്, അതുകൊണ്ട് മത്സില കുബ്ര മുമ്പേ നമുക്ക് ഈ നിയമം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എത്ര 4 ഹറക്കയാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആലിഹ നിർത്തുന്ന സമയത്തൊക്കെ എന്താണ്, കൃത്യമായി ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിർത്തണം. ആലിഹ 2 വരുന്നുണ്ട്, അതുകൊണ്ട് കൃത്യമായി ഉച്ചരിക്കുക. അധികവും സ്കിപ്പായി പോകാൻ ചാൻസസ് ഉണ്ട്. ആലിഹത്ത് എന്ന് പറഞ്ഞിട്ടൊന്നും നിർത്താൻ പാടില്ല, അല്ല നിർത്തുന്ന സമയത്ത് അത് തന്നെയാണ് വരേണ്ടത്.
അഥവാ ആലിഹത്തല്ലൗല നമ്മൾ അഥവാ കൂട്ടി യോജിപ്പിച്ച് ഓതുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓതണ്ടേ. ലൗല എല്ലാം ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവിയില്ല. ലൗ ലൗ ചുണ്ട് റൗണ്ടായിട്ട് തന്നെ വരാം. ലൗലായ തൂന ഹംസ ചൊട്ട് കൊടുക്കുക. യ തൂന ഒക്കെ ലൈറ്റാണ്, ഒന്നും ഹെവിയില്ല. കൃത്യമായി ലൈറ്റായിട്ട് തന്നെ പറയുക. യ തൂന അലൈഹിം ബി സുൽത്താൻ. ഇവിടെ ഐന് തൊണ്ടിൽ നിന്ന് തന്നെ പറയുക. പിന്നെ അലൈഹിം ബി അവിടെ സ്കൂളിൻ്റെ മീമിന് ശേഷം ബാ വരുന്നുണ്ട്. അവിടെ എന്താ വരുന്നത്? ഇഖ്ഫ ഷഫവി. അപ്പോൾ നല്ലോണം മണിക്കുക. അലൈഹിം ബി സുൽത്താൻ. നല്ല ഹെവിയാക്കി പറയാം. ബി സുൽത്വാ ത്വാ എന്ന് പറഞ്ഞിട്ട് ചുണ്ട് റൗണ്ടാക്കരുത്, ചുണ്ട് റൗണ്ടില്ല, നേരെ പറയാം. ബി സുൽത്താനിൻ ബയ്യിൻ. ബി സുൽത്താൻ സീന് ലാമൊക്കെ ലൈറ്റാണ്, നൂനും ലൈറ്റാണ്. ത്വാ മാത്രമേ ഹെവി ആക്കണ്ടു. ലാമിൻ്റെ സുക്കൂൻ ബി സുൽ കൃത്യമായി കേൾക്കണം. ബി സുൽത്താനിൻ ബയ്യിൻ. തൻവീന് ശേഷം ഇവിടെ ബാ വരുന്നുണ്ടാകുന്ന ചെറിയ കുഞ്ഞി മീം കാണാം നൂൻ്റെ മുകളിൽ. അതുകൊണ്ടാണ് ഇഖ്ലാബാണ്. അപ്പം നൂൻ്റെ ശബ്ദം എന്തായി വരുന്നത്? മീമ് പോലെ. അപ്പോൾ ശരിക്കും അലൈഹിം ബിൻ ആ അതേ സൗണ്ട് തന്നെയാണ് ഇവിടെ ബി സുൽത്താനിൻ ബയ്യിൻ. മീമ് ബാ രണ്ടും കൂടി ഉള്ള പോലെയാണ്, അതേ സൗണ്ട് തന്നെയാണ് പറയുന്നത്. ഇവിടെ വരുന്നത് പിന്നെ ഇഖ്ലാബ് എന്ന് പറഞ്ഞ ഇതാണ്. അത് നൂനിൻ്റെ നിയമമാണ്, മറ്റേത് മീമിൻ്റെ നിയമമാണ്. പക്ഷേ സൗണ്ട് രണ്ടും സെയിമാണ്. അടുത്തത് ബയ്യിൻ. കൃത്യമായി ഉച്ചരിക്കുക, യാ ഡബിളാക്കി പറയുക. നിർത്തുന്നുണ്ടെങ്കിൽ ബയ്യിൻ ഒറ്റൊന്നും നിർത്തണ്ട, ഒന്നും മണിക്കണ്ടില്ല, നോർമലി നിർത്തിയാൽ മതി. ഫമൻ അസ്ലമു. ഫമൻ പിന്നെ മണിക്കണ്ട, സാധാരണ പറഞ്ഞാൽ മതി. ഇവിടെ ഇദ്ഹാറാണ്. ഫമൻ അസ്ലമു. ഇവിടെ നൂന് ശേഷം ഹംസ വരുന്നുണ്ട്, അവിടെ ഇദ്ഹാർ വെളിവാക്കിയിട്ട് തന്നെ പറയാം. അസ്ലമു. വ നല്ലോണം ഹെവിയാണ്, അതുകൂടാണ്ട് ആ വൈബ്രേഷൻ സൗണ്ട് ഉണ്ട്. ഉണ്ടാ ടിപ്പ് ഓഫ് ദ ടങ്, നാവിൻ്റെ അറ്റത്തുനിന്ന് വരുന്ന തുമ്പത്തുനിന്ന് വരുന്ന സൗണ്ടായിട്ട്. അസ്ലമു അസ്ലമു കേൾക്കുന്നുണ്ടോ? അസ്ലമു മിമ്മൻ. അസ്ലമു മീ ചുണ്ട് നല്ലോണം കൂർക്കണം, ഓരോ ദമ വരുമോ. മിമ്മൻ മീമിൻ്റെ മുകളിലുള്ള ശബ്ദ നല്ലോണം മണിക്കുക. ഫമൻ അസ്ലമു മിമ്മൻ ഇഫ്തറ. ഫ സുക്കൂൻ സൗണ്ട് നല്ലോണം കേൾക്കണം, ഓരോ കാറ്റ് പോകുന്ന സൗണ്ട്. മിമ്മൻ ഇഫ്തറ കേൾക്കുന്നുണ്ടോ? മിമ്മൻ ഇഫ്തറ. റ ഹെവി, ബാക്കിയൊക്കെ ലൈറ്റ്. ത ഫ ഒക്കെ ലൈറ്റ്. മിമ്മൻ ഇഫ്തറ അലല്ലാഹി. അല്ലാഹു ലഫ്ദുൽ ജലാൽ നല്ല ഹെവിയാക്കി പറയാം. അലല്ലാഹി കദിബ. കാഫ് കദിബ. കാഫ് കൃത്യമായി പിന്നെ ലൈറ്റായിട്ട് തന്നെ പറയുക. ദാലി നാവിൻ്റെ അറ്റത്ത് തന്നെ പറയുക. കദിബ. 2 അക്ഷര ടൈം നീട്ടി നിർത്താം. നമുക്കൊന്നും കൂടി ഈ ആയത്ത് ഓതി നോക്കാം. هؤلاء قوم اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.